ബിസ്മി കൊണ്ടുള്ള മഹത്വവും ബിസ്മി കൊണ്ടുള്ള അമലും വളരെ നേരത്തെ തന്നെ നാം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇന്നത്തെ വീഡിയോയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന 24 അമലുകളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതിലെ ആവശ്യത്തിനനുസരിച്ചുള്ള അമലുകൾ ചെയ്തു വന്നാൽ ആ കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെടാൻ അത് കാരണമാകും. അപ്പൊ ബിസ്മിയുടെ അമലിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 12,000 തവണ ചൊല്ലിയാൽ അതിന് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളും ഒരുപാട് ആളുകൾക്ക്, അനേകം ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചതൊക്കെ നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഇത് ഫോളോ ചെയ്യുന്ന എത്രയോ ആളുകൾക്ക്, ലക്ഷക്കണക്കിന് ആളുകൾ ആ വീഡിയോ കണ്ടു, ആയിരങ്ങൾ ആ അമലുകൾ ചെയ്തു, ഒരുപാട് റിസൾട്ടുകൾ നമുക്ക് ലഭിച്ചു. ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ, റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ തന്നെ പലപ്പോഴും കമന്റിലൊക്കെ കാണുന്നുണ്ടാകും. എന്നാൽ അതുപോലെ 12,000 ബിസ്മിയെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ ബിസ്മിയെ കുറിച്ച് മറ്റു ചില എണ്ണങ്ങളിലും വ്യത്യസ്തങ്ങളായ അമലുകളുണ്ട്. അപ്പൊ ആ അമലുകളൊക്കെ നമുക്ക് ചെയ്തു നോക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ ബിസ്മി കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മറ്റു അമലുകളെ കുറിച്ചാണ് പറയുന്നത്. എല്ലാവരും മുഴുവനായിട്ട് കാണുമ്പോൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 12,000 ബിസ്മിയുടെ അമല് നമുക്കറിയാം. അത് ഓരോ നിയ്യത്തുകളും കരുതി ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. കടങ്ങൾ വീടാന്, രോഗങ്ങൾ മാറാന്, നല്ലൊരു ജോലി ലഭിക്കാന്, അങ്ങനെ എത്രയോ ആളുകൾക്ക് ജോലി ലഭിച്ചു. അത് കാരണമായിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ അപ്ഡേഷൻ നൽകിയതാണ്. അതേപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ വേണ്ടി പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഈ അമല് ചെയ്തിട്ട് അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയതൊക്കെ അവർ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് ബിസ്മിയെ കുറിച്ച് അതുപോലെയുള്ള 24 അമലുകളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് ബിസ്മിയുടെ 12,000 അമല് തന്നെയാണ്. ഈ ബിസ്മിയുടെ 12,000 പ്രാവശ്യം ചൊല്ലേണ്ട അമല് തന്നെയാണ്. ബിസ്മിയെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ബിസ്മി കൊണ്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും ബറക്കത്തുണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ബിസ്മി ചൊല്ലിയിട്ടാണ് തുടങ്ങേണ്ടത്. അത് അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തുടങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് ബറക്കത്തുണ്ടാവും എന്നുള്ള ഉറപ്പാണ് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. അപ്പൊ ബിസ്മിയെ കുറിച്ച് പറയുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 625 തവണ എഴുതിയിട്ട് അത് ഭദ്രമായി കയ്യിൽ സൂക്ഷിച്ചാൽ അവന് വലിയ സ്ഥാനങ്ങളിലെത്താനും നല്ല മതിപ്പുണ്ടാവാനും കാരണമാകുന്നുള്ളതാണ്. 625 തവണ എഴുതിയിട്ട് അത് ഭദ്രമായി ശുദ്ധിയോടുകൂടെ സൂക്ഷിച്ചു വെച്ചാൽ. അതേപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 1000 പ്രാവശ്യം ബിസ്മി ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് പൂർണ്ണമായിട്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് 1000 പ്രാവശ്യം ചൊല്ലുക. അങ്ങനെ സ്വലാത്ത് 1000 പ്രാവശ്യം ചൊല്ലുക. ഏതെങ്കിലും ഒരു സ്വലാത്ത് 1000 പ്രാവശ്യം ചൊല്ലുക. ഇങ്ങനെ സ്ഥിരമായി ഓതി വരുന്ന ആളുകൾക്ക് ഒരു ശത്രുവിന്റെ ശല്യത്തിനെയും ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇന്ന് ശത്രുക്കളുടെ പ്രയാസങ്ങളെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അത്തരം ശത്രുദോഷങ്ങളെ തൊട്ട്, ശത്രുക്കളുടെ പ്രയാസങ്ങളെ തൊട്ട് രക്ഷ നേടാനുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അമലാണ് 1000 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, 1000 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്, 1000 പ്രാവശ്യം സ്വലാത്ത്. ഇത് സ്ഥിരമായി ചൊല്ലി വരുന്ന ആളുകൾക്ക് ഒരാളുടെ അക്രമത്തൊട്ടും, ഒരാളുടെ ശത്രുതയെ തൊട്ടും, ഒരാളുടെ ഹസദിനെ തൊട്ടും, ഒന്നിനെ തൊട്ടും പേടിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് നിത്യേന എല്ലാ ദിവസവും ഓതുന്നവന് ദുഃഖം, വിഷമം, വിപത്ത് മുതലായവ അവൻ ഒരിക്കലും സമീപിക്കുകയില്ലെന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെന്ന് നമുക്കറിയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 786 തവണ 7 ദിവസം തുടർച്ചയായി ഓതിയാൽ അവന്റെ ആഗ്രഹങ്ങൾ നിറവേറും. നമ്മൾ 12,000 ബിസ്മിയെ കുറിച്ച് പറഞ്ഞതിന്റെ ശേഷം നമ്മൾ 786 ബിസ്മി ഓതുന്നതിനെ കുറിച്ച് സെപ്പറേറ്റ് ഒരു വീഡിയോ അതുമായി ബന്ധപ്പെട്ട് മാത്രം ചെയ്തിട്ടുണ്ട്. അതേപോലെ 786 തവണ 7 ദിവസം തുടർച്ചയായിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ചൊല്ലിയാൽ അവന് വലിയ നേട്ടങ്ങൾ സാധിച്ചെടുക്കാൻ സാധിക്കും. അതിലൊന്നാണ് അവന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചെടുക്കും. എന്ത് നിയ്യത്ത് കരുതിയിട്ടാണ് ചെയ്യുന്ന ആ നിയ്യത്ത് അതിനനുസരിച്ച് അവന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും എന്നുള്ളത്. അപ്പൊ നല്ല നിയ്യത്തോടു കൂടി ചെയ്യാവുന്നതാണ്. 7 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്യണം. ഇത്തരം ഒരു ദിക്റുകളും ഇതൊക്കെ ചെല്ലുന്ന സമയത്ത് അജ്നബിയായ കലാമുകൾ അതിന്റെ ഇടയ്ക്കില്ലാതിരിക്കാൻ ശ്രമിക്കണം. അജ്നബിയായ കലാം എന്ന് പറഞ്ഞാൽ അന്യ സംസാരങ്ങൾ അതിൻ്റെ അടുക്ക് വരരുത്. അങ്ങനെ വരാതെ ചൊല്ലാൻ വേണ്ടി ശ്രമിക്കണം. അതേപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 21 തവണ ഓതിയാൽ ഷൈത്വാന്റെ പ്രശ്നങ്ങൾ, ഷൈത്വാൻ അവനെ ഭയക്കും. അതേപോലെ തന്നെ കളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അകാല മരണം, ഇവ അവൻ ഒരിക്കലും ബാധിക്കൂല എന്നുള്ളതാണ്.
അപ്പൊ അവന്റെ വസ്തുക്കളൊന്നും നഷ്ടപ്പെട്ടു പോകില്ല, കളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും അവനെ ബാധിക്കൂല. അതേപോലെ തന്നെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അവന് ഹൈഫുള്ളാകും. 21 തവണ ബിസ്മിനെ അത് ഓതിക്കഴിഞ്ഞാൽ, എല്ലാ ദിവസവും ബിസ്മിനെ 21 തവണ ഓത്. അപ്പൊ ഏതെങ്കിലും ഒരു അമല് സ്ഥിരമായി ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ ഉള്ളിൽ നിയ്യത്ത് കരുതിയാൽ മതി. 1000 തവണ ബിസ്മി സ്ഥിരമായി ചൊല്ലുന്ന ഒരാള്, അപ്പൊ അതില് ഒരു 21 ഈ ഒരു നിയ്യത്ത് മനസ്സിൽ കരുതിയിട്ട് ചൊല്ലിയാലും മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 50 പ്രാവശ്യം ദായിമാക്കി ചൊല്ലുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന് തീരെ അന്യായം പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവൻ ന്യായമായി മാത്രമേ ഏത് വിഷയങ്ങളിലും ഇടപെടൂ. സൂര്യോദയ സമയത്ത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 600 പ്രാവശ്യം, സ്വലാത്തിന് 300 പ്രാവശ്യവും ദായിമാക്കിയവന് ദാരിദ്ര്യം ബാധിക്കുകയില്ല. അവന് ബറക്കത്തുള്ള, ഐശ്വര്യമുള്ള, ധനമുള്ള, സമ്പത്തുള്ള ജീവിതം ഉണ്ടാകും. ജീവിതത്തിൽ പകർത്തി നോക്കൂ. 1000 പ്രാവശ്യം ബിസ്മി ചൊല്ല, അതേപോലെ തന്നെ സ്വലാത്തിന് 300 പ്രാവശ്യവും ചൊല്ല. ഇത് ദായിമാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിന്റെ ഉള്ളിൽ നമുക്ക് വേറെ അമലുകൾ എങ്ങനെ ഇൻക്ലൂഡ് ആക്കി ചൊല്ലാൻ പറ്റും. ഇപ്പൊ 21 തവണ ചൊല്ലേണ്ടത് ഇതിന്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആക്കാം. അതേപോലെ തന്നെ 186 തവണ ചൊല്ലാനുള്ളത്, 50 പ്രാവശ്യം ചൊല്ലാനുള്ളത്, ആ നിയ്യത്തുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ കരുതിയാലും മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 186 തവണ ഓതി വെള്ളത്തിൽ ഊതി കൊടുത്താൽ ആ ബുദ്ധിക്ക് തകരാറുള്ള ആളുകൾക്ക് അവരുടെ രോഗം മാറാൻ അത് കാരണമാകും. നല്ല ഓർമ്മശക്തി വർദ്ധിക്കും. അതേപോലെ തന്നെ കേട്ടതൊരിക്കലും മറക്കൂല, കേട്ടതൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഉറച്ചു നിൽക്കും. അപ്പൊ ഇത് നല്ലൊരു അമലല്ല, അത് ചെയ്തു നോക്കുക. ബുദ്ധിമാന്തിയുള്ള ആളുകൾക്കൊക്കെ ഇത് നല്ല ഫലമുള്ളതായിട്ട് ഇത് ചെയ്യുന്ന ആളുകളൊക്കെ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 61 പ്രാവശ്യം ഓതി ദുആ ചെയ്താല് ആ സ്ഥലത്ത് മഴ പെയ്യും എന്നുള്ളതാണ്. അതൊക്കെ പിന്നെ ചെയ്യുന്ന ആളുടെ ഇഖ്ലാസ്, അങ്ങനെയുള്ള നിയ്യത്ത്, ഇതിനൊക്കെ അനുസരിച്ച് വളരെ പെട്ടെന്ന് ഇതിനൊക്കെ ഫലം ലഭിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 35 പ്രാവശ്യം എഴുതി സംസം വെള്ളത്തിലോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായ കിണർ വെള്ളത്തിലോ മായിച്ച് കൊടുത്താൽ മായിച്ച് അത് കുടിക്കാൻ വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പ്രസവ വേദന കുറഞ്ഞ് നല്ല സുഖപ്രസവം സാധ്യമാകുന്നുള്ളതാണ്. പ്രസവവുമായി ബന്ധപ്പെട്ട വല്ല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി. 35 പ്രാവശ്യം സംസം വെള്ളത്തിൽ മന്ത്രിച്ചിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നല്ല ശുദ്ധമായ കിണർ വെള്ളത്തിൽ. അത് കിട്ടുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക. അതേപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 35 പ്രാവശ്യം പേപ്പറിൽ എഴുതി വീട്ടിലോ കടയിലോ തൂക്കിയാൽ അവിടെ ജിന്നും പിശാചും ഉണ്ടാവുകയില്ല. അവരുടെ കച്ചവടത്തിൽ നല്ല ബറക്കത്തുണ്ടാകും, ഐശ്വര്യമുണ്ടാകും, സമ്പത്ത് വന്നു ചേരും, നഷ്ടങ്ങളൊന്നും സംഭവിക്കൂല. ഇങ്ങനെയൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ പ്രസവവുമായി ബന്ധപ്പെട്ട അമല് നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബത്തിലോ ഒക്കെ ഉള്ളവർക്ക് വെള്ളം എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ മന്ത്രിച്ചു കൊടുത്താൽ നല്ല റിസൾട്ട് ലഭിക്കും. അല്ലെ, അള്ളാഹു എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്. ബിസ്മി കൊണ്ട് വലിയ ബറക്കത്തുള്ള ഉണ്ടായ എത്രയോ ആളുകളുണ്ട് ബിസ്മി കൊണ്ട് അമല് ചെയ്തവർക്ക്. നമുക്ക് തന്നെ അതിന്റെ റിസൾട്ടുകളൊക്കെ അറിയാം. മുഹറം മാസം 1-ാം തീയതി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനെ 130 പ്രാവശ്യം എഴുതി അത് ധരിച്ചാൽ ആയുസ്സിൽ ആഫത്തുകൾ, മുസീബത്തുകൾ വന്നു ചേരൂല എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സകല ആഫത്തുകളെ തൊട്ട് നമുക്ക് വലിയ ഹിഫ്ള് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനെ 110 പ്രാവശ്യം എഴുതി അത് കൃഷിയിടങ്ങളില്, അതേപോലെ തന്നെ ഈ വയലില്, അവിടെയൊക്കെ അങ്ങനെ എഴുതിയിട്ടത് പൊതിച്ചു വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കൃഷിയിടങ്ങളിലും മറ്റുമൊക്കെ അത്ഭുതങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. വലിയ വിളവെടുപ്പ് ഉണ്ടാകും, വലിയ അഭിവൃദ്ധി ഉണ്ടാകും, വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഞായറാഴ്ച സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഖിബിലക്ക് തിരിഞ്ഞു നിന്ന് 313 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതുകയും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ 100 സ്വലാത്ത് ദായിമാക്കുകയും ചെയ്താൽ അവൻ അറിയാത്ത രൂപത്തിലുള്ള സാമ്പത്തികമായ പുരോഗതി അവന് ലഭിക്കും. സന്തോഷം അവന്റെ ജീവിതത്തിൽ വന്നു ചേരും, ഐശ്വര്യം അവനിലേക്ക് എത്തിച്ചേരും എന്ന് മഹാന്മാർ പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 41 പ്രാവശ്യം ഓതി ബോധക്ഷയം സംഭവിച്ചയാള്, അതേപോലെ തന്നെ ബുദ്ധി മറിഞ്ഞയാള്, ഇവരുടെയൊക്കെ ചെവിയിൽ ഊതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തെളിമ ലഭിക്കും എന്നുള്ളതാണ്.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 100 പ്രാവശ്യം വീതം 7 ദിവസം ഓതുകയോ അത് ഓതിയിട്ട് ഓതുകയോ ചെയ്താൽ സിഹിറിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. എത്രയോ ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് വലിയ വലിയ സാമ്പത്തികമായി ചെലവഴിച്ചിട്ട് എത്രയോ ട്രീറ്റ്മെന്റ് നടത്തും, എന്നിട്ട് ഒരു റിസൾട്ടും ഉണ്ടാകൂല. നമ്മൾ തന്നെ ഒന്ന് ചെയ്തു നോക്കുക, നല്ല റിസൾട്ട് ഉണ്ടാകും. വിശുദ്ധ ഖുർആനല്ലേ, അതുകൊണ്ടുള്ള അമലിന് നല്ല റിസൾട്ട് ഉണ്ടാവുമല്ലോ. വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കുക, ആ സിഹിർ കൊണ്ടുള്ള പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ കാരണമാകും. അങ്ങനെ തന്നെയല്ലേ അമലുകൾ ചെയ്യണ്ടേ? വിശ്വാസത്തോടുകൂടി ഓരോരുത്തരും അവരവർക്ക് വേണ്ടി ചെയ്യുക, നല്ല റിസൾട്ട് അത് കാരണമായിട്ടുണ്ടാകും. എല്ലാ ദിവസവും 7 ദിവസം തുടർച്ചയായിട്ട് 100 പ്രാവശ്യം ആ നീയത്തോടുകൂടെ അത് ഓതുക, അല്ലെങ്കിൽ ഓതിപ്പിക്കുക, അല്ലെങ്കിൽ ഊതിയിട്ട് കുടിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താലേ ആ സിഹിറിൽ നിന്ന് രക്ഷ ലഭിക്കാൻ കാരണമാകും. അതങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുക. സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 2500 പ്രാവശ്യം ദായിമാക്കിയാൽ ലദുന്നിയായ ഇൽമു വർദ്ധിക്കും. അവന് വലിയ ഉയർന്ന സ്ഥാനങ്ങളിലെത്താൻ കാരണമാകും. 40 ദിവസം തുടരണം എന്നുള്ളൂ. അപ്പൊ അതെല്ലാവർക്കും കഴിയൂല. 2500 പ്രാവശ്യം ചെയ്യണം, സുബ്ഹ് നിസ്കാരത്തിന് ശേഷം ചെയ്യണം, 40 ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം. അതൊക്കെ ചെയ്യാൻ കഴിയുന്ന ആ മനസ്സിലേക്ക് എത്തുന്ന ആളുകൾക്ക് അത്തരം കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ. ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എത്തിയിരിക്കും, തീർച്ചയാണ്. അള്ളാഹുവിന്റെ അതിവിശാലമായ വിജ്ഞാനങ്ങൾ അല്ലെ, ആ ലദുന്നിയായ ഇൽമ് അവന് ലഭിക്കുമെന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് 1000 പ്രാവശ്യം ദായിമാക്കിയാൽ 2 ലോകത്തും വിജയം ലഭിക്കും. ജയിലിൽ കിടക്കുന്നവൻ ഓതിയാൽ മോചനം ലഭിക്കും. വിരോധികൾ ഭയക്കും, ശത്രുക്കൾ ഭയന്നോടും, സുഖവും സംരക്ഷണവും ലഭിക്കും. അപ്പോ ഒരുപാട് ആളുകൾ നമ്മളോട് പറയുന്നൊരു വിഷയമാണത്. ജയിലിലകപ്പെട്ട മക്കള്, കള്ളക്കേസിലും മറ്റൊക്കെ കുടുങ്ങിയവര്, അങ്ങനെ അകപ്പെട്ട എത്രയോ ആളുകളുണ്ട്. അവരുടെയൊക്കെ മോചനത്തിന് വേണ്ടിയിട്ട് നല്ല നീയത്തോടുകൂടെ ഈ 1000 പ്രാവശ്യം എല്ലാ ദിവസവും ചൊല്ലാൻ വേണ്ടി ദായിമാക്കാൻ വേണ്ടി അവരോട് പറയാം. അപ്പൊ നല്ല റിസൾട്ട് അതിന് ലഭിക്കും. അപ്പൊ അവർക്ക് ജയിലിൽ നിന്ന് കാരണമായിട്ട് മോചനം ലഭിക്കാൻ കാരണമാകും. ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ വലിയ പുരോഗതി ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ജയിലിലകപ്പെട്ട എത്രയോ ആളുകളുണ്ട്. പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ വലിയ മോചനം നൽകണം അല്ലാഹ്, അവർക്ക് രക്ഷ നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. 313 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിയിട്ട് സംസം വെള്ളത്തിൽ ഊതിയിട്ട് 41 ദിവസം അത് കുടിച്ചാൽ അവന്റെ ഇൽമിൽ വർധനവുണ്ടാവും എന്നുള്ളതാണ്. മക്കൾക്ക്, അതേപോലെ വിദ്യാർത്ഥികൾക്ക്, മുതഅല്ലിമീങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു അമലാണത്. ഇൻഷാ അല്ലാഹ് ചെയ്തു കൊടുത്തു നോക്കൂ, നല്ല റിസൾട്ട് ഉണ്ടാകും. നമ്മുടെ മക്കൾക്ക് നമ്മൾ തന്നെ ചെയ്തു കൊടുക്കണ്ടേ? ഇത് കേൾക്കുന്ന പ്രായമുള്ള ഉമ്മമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംസം വെള്ളം കിട്ടുമ്പോൾ അത് ചെയ്ത് മന്ത്രിച്ചു വെക്കുക, നമ്മുടെ മക്കൾക്ക് കൊടുക്കുക. നമ്മുടെ മക്കൾ അത് കാരണമായിട്ട് നല്ല അറിവ് പഠിച്ച്, നല്ല ഇൽമ പഠിച്ച് നമ്മളൊക്കെ ഖബറിന്റെ അകത്ത് കിടക്കുമ്പോൾ നമുക്ക് ദുആ ചെയ്യുന്ന മക്കളായിട്ട് വളരാൻ കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനെ 21 പ്രാവശ്യം ഊതിയിട്ട് എഴുതി കെട്ടുകയോ അല്ലെങ്കിൽ അത് ഓതിയിട്ട് ഊതിയാലും മതി. അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്താൽ തലവേദന ശിഫയാകും എന്നുള്ളതാണ്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യണം, ഈ അർത്ഥത്തിൽ തന്നെ ചെയ്യണം. അപ്പൊ അതിന് ആ നീയത്തോടു കൂടെ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി പറയാൻ പോകുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം യാ ഹയ്യു യാ ഖയ്യൂം യാ ഖദീമു യാ ഫർദു യാ വിത്റു യാ അഹദു യാ സ്വമദ്. ഓക്കേ, ഈ പറയുന്ന രൂപത്തിലെ ആരെങ്കിലും 100 തവണ സുബ്ഹ് നിസ്കാരത്തിന്റെ ശേഷം ഇങ്ങനെ ചെയ്ത്, ആരോടും സംസാരിക്കാതെ 100 പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് സുജൂദ് ചെയ്ത് അല്ലാഹുവിന്റെ അടുക്കലിൽ നിന്ന് ഒരു കാര്യം നേടിയെടുക്കാനുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ അത് ഉടനെ സ്വീകരിക്കുന്നുള്ളതാണ്. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം യാ ഹയ്യു യാ ഖയ്യൂം യാ ഖദീമു യാ ഫർദു യാ വിത്റു യാ അഹദു യാ സ്വമദ്.
ഇത് ചൊല്ലാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അളീം. യാ ഹയ്യു യാ ഖയ്യൂം യാ ഖദീം യാ ഫർദ് യാ വിത്റു യാ അഹദു യാ സ്വമദ്. ഇത് 100 പ്രാവശ്യം സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം ആരോടും സംസാരിക്കാതെ ദിക്ർ ചൊല്ലിയിട്ട്, ഇതിങ്ങനെ ചൊല്ലിയിട്ട് സുജൂദ് ചെയ്തതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആഗ്രഹം പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കപ്പെടും എന്നുള്ളതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഓതിയ ശേഷം വെള്ളിയാഴ്ച 12-ാം സാഅത്തിൽ, സാഅത്തിന്റെ കണക്ക് ഒരു പക്ഷേ സാധാരണക്കാർക്കൊന്നും തിരിയൂല. സാഅത്ത് അതിനെക്കുറിച്ച് ഞാൻ കുറച്ച് സങ്കീർണമാണ് ആ വിഷയം, പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. ഈ 12-ാം സാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ഒരു 5 മണി മുതൽ 6 മണി വരെ വൈകുന്നേരം ആ ഒരു സമയത്ത് യാ അല്ലാഹു യാ റഹ്മാൻ എന്ന് ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുക. പിന്നീട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യം പറയുക. ഇങ്ങനെ 7 വെള്ളിയാഴ്ച ചെയ്താൽ തീർച്ചയായും അവന്റെ ആവശ്യം പൂർത്തീകരിക്കപ്പെടും. അതെങ്ങനെയാണ് അമല് ചെയ്യേണ്ടത്? ആദ്യം ബിസ്മി ഓതുക. ബിസ്മി ഓതിയിട്ട് വെള്ളിയാഴ്ച ദിവസമാണ് ചെയ്യേണ്ടത്. വെള്ളിയാഴ്ച 12-ാം സാഅത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 5 മണി 6 മണിന്റെ ഇടയിലുള്ള സമയത്ത് യാ അല്ലാഹു യാ റഹ്മാൻ എന്ന ദിക്ർ ഇങ്ങനെ ഒരെണ്ണമില്ലാതെ ചൊല്ലിക്കൊണ്ടിരിക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് അവന്റെ ആവശ്യം പറയാം. അങ്ങനെ ആവശ്യം പറഞ്ഞാൽ അള്ളാഹു ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും. ഇങ്ങനെ 7 വെള്ളിയാഴ്ചകളിൽ ചെയ്യണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ബിസ്മിയുമായി ബന്ധപ്പെട്ട അമലുകൾ ചെയ്തിട്ടുണ്ട്, ധാരാളമായി ചെയ്തിട്ടുണ്ട്, നല്ല റിസൾട്ടും ലഭിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാം, ഓരോ ദിവസവും ഇതിലെ പലരും ബിസ്മിയുടെ റിസൾട്ട് അനുഭവിച്ചവരാണ്. പലരും ബിസ്മി കാരണം വിദേശത്തേക്ക് പോയവരാണ്. പലരും ബിസ്മിയുടെ അമല് ചെയ്തത് കാരണമായിട്ട് ജോലി ലഭിച്ചവരാണ്. പലർക്കും ബിസ്മിയുടെ അമല് കാരണമായിട്ട് നഷ്ടപ്പെട്ട ജോലി തിരിച്ചു ലഭിച്ചതാണ്. പ്രതീക്ഷയില്ലാതെ കഴിഞ്ഞ എത്രയോ കാര്യങ്ങൾ, അത്ഭുതങ്ങൾ അവരവരുടെ ജീവിതത്തിലേക്ക് ഒരു സന്തോഷം എന്ന പോലെ കടന്നു വരാൻ കാരണമായ 12,000 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിന്റെ അമല് നമുക്കൊക്കെ സുപരിചിതമായി അറിയുന്ന അമലാണ്. ആ അമല് പോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന നല്ല അമലാണ് ഈ പറഞ്ഞിട്ടുള്ള അമല്. ഇതിങ്ങനെ വളരെ സ്പീഡ് പറഞ്ഞു പോയത് കൊണ്ട് ഒരു പക്ഷെ ചില ഭാഗങ്ങളൊക്കെ തിരിയാതെ പോയതുണ്ടാകാം. അത്തരം ഭാഗങ്ങളൊക്കെ നിങ്ങൾ എഴുതി ചോദിച്ചാൽ മതി ഇതില്. അപ്പൊ ഇൻഷാ അല്ലാഹ് സമയത്തിനനുസരിച്ച് റീപ്ലൈ തരും. അപ്പോൾ തന്നെ റീപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. അങ്ങനെ റീപ്ലൈ തരാൻ നമുക്ക് കഴിയൂല. നമ്മൾ ഇതിലിങ്ങനെ ഫുൾ ടൈം ഈ ഫോണിലും ഇതിലും ഇങ്ങനെ ഇരിക്കുന്ന ഒരു പ്രകൃതല്ല, അതിന് സമയം ഉണ്ടാവൂല. നമ്മള് ഒഴിവിട്ടുന്ന സമയങ്ങളിൽ മാത്രം നോക്കുക, ഒഴിവിട്ടുന്ന സമയങ്ങളിൽ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കുക. ഇതല്ല നമ്മുടെ മെയിൻ കാര്യം, പ്രോഗ്രാം എന്നുള്ളത് ഈ സമയത്ത് അറിയിക്കാൻ വേണ്ടി ഉദ്ദേശിക്കണം. ചില ആളുകൾ എന്താ റീപ്ലൈ കിട്ടാത്ത എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളെ പരിപാടി ഇതന്നെ എന്ന് വിചാരിക്കും. അങ്ങനെ ഇതന്നായിട്ട് മുന്നോട്ട് പോകുന്നതല്ല, വേറെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിന്റെ ഇടക്ക് ഒരു സൈഡ് എന്ന രൂപത്തിൽ മാത്രമേ, ഒരു ഒഴിവ് കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലും പറയാം എന്ന രൂപത്തിൽ മാത്രമേ ഇതൊക്കെ ഉള്ളൂ എന്ന് അറിയിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോ നല്ല അമലുകൾ ചെയ്യാൻ എല്ലാവരോടും എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ 5 വഖ്ത് നിസ്കാരം ഒരു കാരണവശാലും ഒഴിവാക്കാതിരിക്കുക. അതൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്നും നേടിയെടുക്കാൻ പറ്റുന്ന ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാ? ഒരിക്കലും ഇല്ല. ജോലിയൊക്കെ നല്ല റാഹത്തുള്ള ജോലി ഉണ്ടാകും. അതൊക്കെ ഏതുപോലെ എന്ന് ചോദിച്ചാല് ചിലപ്പോ ഒരു കള്ളന് മോഷ്ടിക്കാൻ വേണ്ടി ഇങ്ങനെ പോവുമായിരിക്കും. അങ്ങനെ മോഷ്ടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് എങ്ങനെ ആ വീട്ടിൽ കയറാം, മുഴുവൻ ലേറ്റ് ആണല്ലോ എന്ന് കരുതി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും കരണ്ട് പോകുന്നത്. കരണ്ട് പോകുമ്പോ അവൻ അവസരം കിട്ടുകയാണ്. അപ്പോ അതൊക്കെ എന്ന് പറഞ്ഞാല്, നമുക്ക് കിട്ടുന്ന നല്ല ജോലിയൊക്കെ എന്ന് പറഞ്ഞാല് അതൊക്കെ ഒരു പക്ഷേ നമുക്ക് നൽകപ്പെടുന്ന പരീക്ഷണങ്ങളായിരിക്കാം. ഇങ്ങനെ നല്ല അഭിവൃദ്ധി നൽകിയിട്ടും നല്ല സമ്പത്ത് നൽകിയിട്ടും എന്നെ ഓർമ്മിക്കാതെ, എന്നെ മറക്കാതെ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് അള്ളാഹു പരീക്ഷിച്ചു നോക്കുന്നതായിരിക്കാം. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. ഈ ഭൂമിയിലെ ജീവിതവും മരണവും, ഇവിടെ നൽകുന്ന സുഖാഡംബരങ്ങളും, ഇവിടെ നൽകുന്ന എല്ലാ കാര്യങ്ങളും, ഇവിടെ ഒരാൾക്ക് നല്ല സമ്പത്തുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല വീടുണ്ട്, ഇങ്ങനെ നൽകപ്പെടുന്ന എല്ലാ വിഷയങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നാം എന്നും ഓതുന്ന സൂറത്തുൽ മുൽക്കിന്റെ ആയത്താണ്.
ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്നത് ആരാണെന്ന് കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലാക്ക് പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു ജനനവും ജീവിതവും മരണമൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അല്ലാഹു നമ്മെ പരീക്ഷിച്ച് മനസ്സിലാക്കുകയാണ്. ഹൂ ഈസ് ദ ബെസ്റ്റ് പെർഫോമർ? ആരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നതെന്ന് കൃത്യമായി അവന് പരീക്ഷിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആ പരീക്ഷണത്തിൽ നാം വിജയിക്കണം. അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ നിസ്കാരം നിലനിർത്തണം, നോമ്പെടുക്കണം, സകാത്ത് കൊടുക്കേണ്ട അവകാശികളിലേക്ക് എത്തിക്കേണ്ടവർ, അതിന്റെ അർഹരായവരിലേക്ക് ആ കൊടുക്കേണ്ട ആളുകൾ നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. റമദാൻ മാസത്തിൽ നോമ്പെടുത്തിരിക്കണം, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണം, ഹറാമിൽ നിന്ന് മാറി നിൽക്കണം. അപ്പോഴാണ് നാം ഉദ്ദേശിച്ച ഫലങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുള്ളൂ. അള്ളാഹു നമ്മെ അവന് ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.